നമസ്കാരം. സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂൺ മസാലയാണിത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പെരുംജീരകവും പട്ടയും നന്നായിട്ട് ചൂടായി പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു വലിയ സവോള ചെറുതായിട്ട് ഇതുപോലെ കൊത്തിയരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി. അത് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് അപ്പോൾ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ കരഞ്ഞു പോവാതെ സൂക്ഷിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടയണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കൂൺ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ കുറേ നേരം കട്ട് ചെയ്തിട്ട് വെക്കാനും പാടില്ല. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോവും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ഈ കൂണിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. നമ്മൾ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഈ കൂണിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ കൂൺ ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലുള്ള വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 200 ഗ്രാം മഷ്റൂമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ അളവൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി അഥവാ മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് മുകളിൽ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. അതുവരെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഷ്റൂം മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.
അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.